അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ജപമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവികളായ ഈശോയ്ക്ക് ജപമാല സമർപ്പണം. തിരുവനന്തപുരത്തെ ദേവുടുകളിലെ പിറപ്പായിലെ ദേവന്മാരായ മാർ പത്രോസ്, മാർ പൗലോസ്, മാർ യോഹന്നാന്, മഹാത്മാവായ സേവ്യർ, ഞങ്ങളുടെ പിതാവായ മാർ തോമാശ്ലീഹായെ, ഞങ്ങൾ വലിയ ഭാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ അഭ്യർത്ഥനകളോട് ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രാർത്ഥനകൾ കാഴ്ചവെക്കണമെന്ന് നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, സഹായം
അനുദിനമെന്നും തളരാതെ തുടരാം ജീവിതങ്ങൾ. അനുദിനമെന്നും തളരാതെ തൽപരരുടെ പാദങ്ങളിൽ കുരിശിൻ നിഴലു വീഴിക്കൂ. തൽപരരുടെ പാദങ്ങളിൽ കുരിശിൻ നിഴലു വീഴിക്കൂ. ബലി തുടങ്ങും സമയമിതി ബലിയടയ്ക്കാം തിരയിടക്കും ബലിയിലല്ലോ ബലമല്ലോ തീരേ ബലിയിലല്ലോ ബലമല്ലോ തീരേ. ഈശോപ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ പരിശീലന വർഷത്തിൻ്റെ ആരംഭം കൂടെ ഈ ബലിയോടനുബന്ധിച്ച് നമ്മൾ കുറിക്കുകയാണല്ലോ. ഇന്ന് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ കഴിയുന്നത് മാതാപിതാക്കന്മാർ ഇവിടുത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഓൺലൈനിൽ ഈ കുർബാനയിൽ സംബന്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ യഥാർത്ഥ സാന്നിധ്യം ഇവിടെ ഇല്ലാത്തതിൻ്റെ വേദന നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈ ദേവാലയത്തിന്, ഈ പരിസരത്തിന് ഒക്കെ ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല. 2ാം വർഷവും അത് തുടരുന്നു. നമുക്ക് അവർ നമ്മളോടൊപ്പം ആയിരിക്കുന്നു എന്ന അവബോധത്തിൽ അവരുടെ ആത്മീയമായ കൂട്ടായ്മയിൽ നമുക്ക് ഈ ബലി ഭക്തിപൂർവ്വം അർപ്പിക്കാം. വിശ്വാസ കൈമാറ്റം അതതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ, അതിൻ്റെ യഥാർത്ഥ അരൂപിയിൽ, ചൈതന്യത്തിൽ നിർവഹിക്കപ്പെടാൻ ആഗ്രഹിച്ച് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ആരംഭിച്ചതാണല്ലോ വിശ്വാസ പരിശീലനം. തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ മാനസാന്തരത്തിന് ആഹ്വാനം നൽകിക്കൊണ്ട് അവിടുന്ന് ആരംഭിച്ച ആ സുവിശേഷവൽക്കരണം അത് ശിഷ്യന്മാർ ഏറ്റെടുത്തു. ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് സഭ അത് ഏറ്റെടുക്കുകയും ഇന്നോളം ലോകാവസാനം വരെയും അത് തുടരാനുള്ള ക്രമീകരണങ്ങൾ സഭാ സംവിധാനത്തിലൂടെ ഈശോ ചെയ്തത് ആണ് ഒരു വിശ്വാസ പരിശീലന പ്രക്രിയയിലൂടെയും നടക്കുക. അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഈ ഇടവ കുടുംബത്തിൽ താല്പര്യപൂർവ്വം ഏറ്റെടുത്ത ബഹുമാനപ്പെട്ട അധ്യാപകരെ, അവരുടെ ത്യാഗനിർഭരമായ വിശ്വാസത്തിൻ്റെ ദാർഢ്യമുള്ള
ആഴമുള്ള സമർപ്പണത്തെ തീർച്ചയായിട്ടും ഞാൻ ഏറെ സന്തോഷത്തോടെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. നിങ്ങളോടുള്ള വലിയ സ്നേഹവും ഈ ഇടവകയുടെ കടപ്പാടും അറിയിക്കാൻ അതിയായ സന്തോഷമുണ്ട്. ഈ ദൗത്യം ഈശോ എന്നെ ഏൽപ്പിച്ചതാണ് എന്ന അവബോധം എന്നും നിലനിർത്താനായിട്ട് നമുക്ക് കഴിയട്ടെ. ക്രിസ്തീയതയെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കാൻ, ഒരു ക്രൈസ്തവമായ ജീവിത ശൈലി സ്വന്തമാക്കാൻ യഥാർത്ഥത്തിൽ ഈ 12 വർഷത്തെ പരിശീലനം കൊണ്ട് സാധ്യമാവണം. 12 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഭാഗത്തുള്ള ചെറുതല്ലാത്ത വീഴ്ചയാണ് എന്നുള്ള അവബോധവും നമുക്ക് ഉണ്ടാവട്ടെ. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്കതേ സന്ദേശം തന്നെയാണ് ലഭിക്കുക. നമുക്ക് സുവിശേഷ സമയത്ത് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് ഈ ബലിയിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും നമ്മുടെ ഇടവ കുടുംബത്തെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ വെർച്വൽ പ്രസൻസ് നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ആ ബോധ്യം നമ്മുടെ മനസ്സുണ്ടാവട്ടെ. ഏറ്റവും അടുത്ത നാളുകളിൽ തന്നെ അവരുടെ യഥാർത്ഥ സാന്നിധ്യം കൊണ്ട് ഈ ദേവാലയവും ഈ പരിസരങ്ങളും അത് സജീവമാവണം, സന്തോഷഭരിതമാവണം എന്നുള്ള ആഗ്രഹവും നമുക്ക് ഈ ബലിയിൽ സമർപ്പിക്കാം. ലോകം മുഴുവനും ഇപ്പോൾ ആയിരിക്കുന്ന ആ ഒതുങ്ങിയ നിയന്ത്രിതമായ അവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ, യഥാർത്ഥ ജീവിത തലങ്ങളിലേക്ക്, സാധാരണ ജീവിതാവസ്ഥയിലേക്ക് തിരികെ വരുന്ന മനോഹരമായ ആ ദിനം സമീപസ്ഥമാക്കണമേ, ഏറ്റവും അടുത്ത് അത് സാധ്യമാക്കണമേ എന്ന പ്രാർത്ഥനയും ലോകം മുഴുവനും വേണ്ടിയും നമുക്ക് ഈ ബലിയിൽ ഭക്തിപൂർവ്വം അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി തിരുമുൻപാകെയാണ് തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. മറ്റിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം. മറ്റിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. മറ്റിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുലമഹിമാൻ
ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു മാനവമാനവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം നാഥാവിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ നിൻ ഹിതമിവിടെ ഭവിക്കണമേ സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടമാക്കുകയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ എന്തെന്നാളേക്ക് രാജ്യം ശക്തി മഹത്വങ്ങൾ പാവകമല്ലോ കർത്താവേ ആമേനാമേനെന്നേക്കും നാഥനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദി മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുലമഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു മാനവമാനവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്ന ഞങ്ങളെ തർക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വഴി തിരുസഭയിൽ തുടരുകയും മനുഷ്യവംശത്തിന് ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുന്നുവല്ലോ. ഈ ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ കരുണാപൂർവം യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരസനിലോ മരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. കനിവോട്
കർത്താവേകുന്നു. പശിയുള്ളോർക്കിങ്ങാഹാരം ബന്ധിതരായൊക്കെന്നെന്നും നാഥൻ മോചനമേകുന്നു. കുരുടന്മാരുടെ നയനങ്ങൾ കർത്താവാണു തുറന്നിടുവോ, താഴ്ന്നമുഖങ്ങളുയർത്തിടുവോ, കർത്താവല്ലോ എന്നാളും. കർത്താവല്ലോ വാഴുന്നു എന്നാളും ഭരണാധിപനായി. സിഹിയോനേ നിൻ ദൈവത്തിൻ ഭരണം നിതരാ നിലനിൽക്കും. ും സ്തുതിക്കും ആദിമുതൽ അതുപോലെ അനവരതം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ഇത് അങ്ങയുടെ പ്രസാദത്തിനും അങ്ങയുടെ അധികണത്തിന്റെ പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാ സർവേശ, പരിപാവനനാ ബലവാനീ, പരിപാവനനാ അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് കേൾക്കണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ,
അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അധ്യായം 4, 10 മുതൽ വാക്യങ്ങൾ. ഹോറബിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ നിന്ന ദിവസം കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു, ജനത്തെ എൻ്റെ മുമ്പിൽ വിളിച്ചു കൂട്ടുക. ഈ ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും അവർ അത് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എൻ്റെ വാക്കുകൾ അവർ കേൾക്കട്ടെ. നിങ്ങൾ അടുത്തു വന്ന് പർവ്വതത്തിൻ്റെ അടിവാരത്ത് നിന്നു. ആകാശത്തോളം ഉയർന്ന അഗ്നിയാൽ പർവ്വതം ജ്വലിച്ചുകൊണ്ടിരുന്നു. അന്ധകാരവും കനത്ത മേഘവും അതിനെ ആവരണം ചെയ്തിരുന്നു. അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു. ശബ്ദം കേട്ടു, ശബ്ദം മാത്രം, രൂപം കണ്ടില്ല. തൻ്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചു. നിങ്ങളോട് അനുഷ്ഠിക്കാൻ അവിടുന്ന് ആജ്ഞാപിച്ച 10 കൽപ്പനകളാണവ. 2 കൽപ്പലകകളിൽ അവിടുന്ന് അവ എഴുതി. നിങ്ങൾ ചെന്ന് കൈവശമാക്കുന്ന ദേശത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ കർത്താവ് അന്ന് എന്നോട് കൽപ്പിച്ചു. ദൈവമായ കർത്താവിനെ സ്തുതി. സഹോദരരെ, ശ്രദ്ധയോടെ കേൾക്കുവിൻ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഒരു ആശീർവദിച്ചാൽ. അധ്യായം 5, 8 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിൻ്റെ മധ്യത്തിൽ താമസിക്കുന്നവർക്ക് ദുരിതം. സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്തത് ഞാൻ കേട്ടു. അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും. മനോഹരമായ മാളികകൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും. 10 ഏക്കർ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് 1 ബത്ത് വീഞ്ഞും 1 ഹോമർ വിത്തിൽ നിന്ന് 1 എഫാ ധാന്യവും മാത്രം വിളവ് ലഭിക്കും. ലഹരിപാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞ് കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. അവരുടെ ഉത്സവങ്ങളിൽ വീണയും കിന്നരവും കപ്പും കുഴലും വീര്യമേറിയ വീഞ്ഞുമുണ്ട്. എന്നാൽ അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുകയോ അവിടുത്തെ കരവേലകളെ നോക്കുകയോ ചെയ്യുന്നില്ല. എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. അവരുടെ പ്രഭുക്കന്മാർ വിശപ്പ് കൊണ്ട് മരിക്കുകയും അനേകർ ദാഹാർത്തരായി കഴിയുകയും ചെയ്യുന്നു. അതിനാൽ പാതാളത്തിൻ്റെ ആർത്തി വർദ്ധിച്ചിരിക്കുന്നു. സീമാതീതമായി അത് വായ് പിളർന്നിരിക്കുന്നു. ജെറൂസലമിലെ കുലീനരും സാധാരണരും അവിടുത്തെ വലിയ ആൾക്കൂട്ടവും അവളിൽ അഭിമാനം കൊള്ളുന്നവരും അതിൽ പതിക്കുന്നു. മനുഷ്യന് തലകുനിക്കുവാൻ ഇടവന്നു. മർത്യൻ അവമാനിതനായി, അഹങ്കാരികൾ ലജ്ജിതരായി. സൈന്യങ്ങളുടെ കർത്താവ് നീതിയിൽ ഉയർന്നു നിൽക്കുന്നു. പരിശുദ്ധനായ ദൈവം നീതിനിഷ്ഠയിലൂടെ തൻ്റെ പരിശുദ്ധി വെളിപ്പെടുത്തുന്നു. അപ്പോൾ കുഞ്ഞാടുകൾ മേച്ചിൽപ്പുറങ്ങളിൽ എന്ന പോലെ അവിടെ മേഞ്ഞു നടക്കും. കൊഴുത്ത മൃഗങ്ങളും ആട്ടിൻകുട്ടികളും അവിടുത്തെ നാശാവശിഷ്ടങ്ങൾക്കിടയിൽ മേയും. നുണയുടെ കയറുകൊണ്ട് അകൃത്യത്തെ വലിച്ചിഴിക്കുന്നവന് ദുരിതം. പാപത്തെ കയറ് കെട്ടി വലിക്കുന്നവന് ദുരിതം. കർത്താവ് വേഗം തന്റെ പ്രവൃത്തി നിറവേറട്ടെ. നമുക്ക് കാണാമല്ലോ. ഇസ്രായേലിന്റെ പരിശുദ്ധനായവന്റെ ലക്ഷ്യം ആസന്നമാകട്ടെ. അത് നമുക്കറിയാമല്ലോ എന്ന് അവർ പറയുന്നു. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം. മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം. വീഞ്ഞ് കുടിക്കുന്നതിൽ വീരന്മാരും വിവിധതരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ ബിരുദന്മാരുമായവർക്ക് ദുരിതം. കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. തീനാളത്തിൽ വൈക്കോൽ തുരുമ്പ് പോലെ അഗ്നിജ്വാലയിൽ ഉണക്കപ്പുല്ല് പോലെ അവരുടെ വേര് ജീർണിക്കും. അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ പറന്നു പോകും. കാരണം അവർ സൈന്യങ്ങളുടെ കർത്താവിന്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനായവന്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു.
അവിടുത്തെ ജനത്തിനെതിരായി കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് കരമുയർത്തി അവരെ പ്രഹരിച്ചു. പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. അവരുടെ മൃതശരീരങ്ങൾ തെരുവീഥികളിൽ മാലിന്യം പോലെ കിടന്നു. എന്നിട്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല. അവിടുത്തെ കരം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുസുദിനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തക്കരവിരുതല്ലോ വാദവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുസുദിനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുസുദിനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം. നിന്നെ അനുഗ്രഹിക്കട്ടെ. അധ്യായം 16 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധർക്കുള്ള ധർമ്മശേഖരണം. ഇനി വിശുദ്ധർക്കു വേണ്ടിയുള്ള സംഭാവനയെപ്പറ്റി പ്രതിപാദിക്കാം. ഗലാത്യയിലെ സഭകളോട് ഞാൻ നിർദ്ദേശിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വരുമ്പോൾ പിരിവൊന്നും നടത്താതിരിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും കഴിവനുസരിച്ചുള്ള തുക ആഴ്ചയിലെ ആദ്യ ദിവസം നീക്കിവെക്കണം. ഞാൻ വരുമ്പോൾ നിങ്ങളുടെ സംഭാവന കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ അംഗീകരിക്കുന്ന വ്യക്തികളെ എഴുത്തുമായി ജെറുസലേമിലേക്ക് അയച്ചുകൊള്ളാം. ഞാൻ കൂടെ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവർ എന്നോടൊപ്പം പോരട്ടെ. ഞാൻ മക്കദോനിയയിൽ പോയിട്ട് നിങ്ങളെ സന്ദർശിക്കുന്നതാണ്. എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ കുറെ നാൾ, ഒരുപക്ഷെ ശീതകാലം മുഴുവൻ ചെലവഴിച്ചെന്ന് വരാം. തദവസരത്തിൽ എൻ്റെ തുടർന്നുള്ള എല്ലാ യാത്രകൾക്കും വേണ്ട സഹായം ചെയ്തു തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. നിങ്ങളെ തിടുക്കത്തിൽ സന്ദർശിച്ചു പോരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കർത്താവ് അനുവദിക്കുമെങ്കിൽ കുറെ നാൾ നിങ്ങളോടൊത്ത് കഴിയാമെന്ന് ഞാൻ ആശിക്കുന്നു. പന്തക്കുസ്ത വരെ ഞാൻ എഫേസോസിൽ താമസിക്കും. ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രതിയോഗികളും വളരെയാണ്. തിമോത്തിയോസ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ നിർഭയനായി കഴിയാൻ അവന് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവനും എന്നെ പോലെ കർത്താവിന്റെ ജോലിയിൽ വ്യാപൃതനാണല്ലോ. ആകയാൽ ആരും അവനെ നിന്ദിക്കാൻ ഇടയാകരുത്. എൻ്റെ അടുത്ത് വേഗം മടങ്ങി വരേണ്ടതിന് സമാധാനത്തിൽ അവനെ യാത്രയാക്കണം. സഹോദരരോടൊപ്പം അവനെ ഞാൻ പ്രതീക്ഷിക്കുന്നു.
മറ്റു സഹോദരരോടൊത്ത് നിങ്ങളെ സന്ദർശിക്കണമെന്ന് ഞാൻ നമ്മുടെ സഹോദരൻ അപ്പോളോസിനെ വളരെ നിർബന്ധിച്ചതാണ്. എന്നാൽ ഈ അവസരത്തിൽ നിങ്ങളുടെ അടുത്ത് വരാൻ അവന് ഒട്ടും മനസ്സില്ലായിരുന്നു. സൗകര്യപ്പെടുമ്പോൾ വന്നുകൊള്ളും. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കുവിൻ. നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയത്തിൻ മനതായി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനൊഴുക്കിരട്ടി. എന്റെ മനോഗ്രഹ പൂരിത കവിത പൂരിക പോലെ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്ക് എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരുവൻ യേശുവിനോട് ചോദിച്ചു, കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്ന്, കർത്താവെ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയും, നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറംതള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും. അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ വയ്ക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. വാതിൽ എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ
ഏറെ വലിയ അർത്ഥ സാംഗത്യമുള്ള ഒരു പ്രയോഗം തന്നെയാണ്. ഈശോയോടുള്ള ചോദ്യം രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്നുള്ളതാണ്. ഈശോയുടെ ജനനവേളയിൽ തന്നെ ലഭിച്ച സന്ദേശം സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നാണല്ലോ. ഈശോയുടെ രക്ഷ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അവൻ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. ഇന്നത്തെ സുവിശേഷം പറയുന്നത് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ യാത്ര ചെയ്യുന്നു. അവൻ പട്ടണങ്ങളിലൂടെ പ്രധാനപ്പെട്ട നിരത്തുകളിലൂടെ മാത്രമല്ല യാത്ര ചെയ്യുക. നമ്മളെപ്പോഴും ഹൈവേകളും വിശാലമായ വഴികളും ആഗ്രഹിക്കുന്നവരാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ ഏറെ വിവാദമായി അതിൻ്റെ ആലോചനകളും പ്രത്യാലോചനകളും നടക്കുന്ന ഒന്നാണല്ലോ സിൽവർ ലൈൻ റെയിൽവേ ലൈൻ. കേരളത്തിൻ്റെ വടക്ക് നിന്ന് തെക്കോട്ട് പൂർണ്ണമായിട്ടും കേരളത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് എന്ന് വിമർശകർ പറയുന്നു. അതിൽ ഒത്തിരിയേറെ അനന്ത സാധ്യതകളുണ്ട് എന്ന് അതിൻ്റെ സംഘാടകർ പറയുന്നു. ഏതായാലും തർക്കം നിലനിൽക്കുന്നു, ഒരു പുനരാലോചന നടക്കുന്നു എന്നുള്ളത് തന്നെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അത്രയേറെ വിശാലമായ ഹൈവേകൾ ഇഷ്ടപ്പെടുന്നവർ ആണ് നമ്മൾ. അപ്പോഴിവിടെ ഈശോയോടുള്ള ചോദ്യം രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? ഈശോ എപ്പോഴും രക്ഷ ആഗ്രഹിച്ച് തൻ്റെ സമീപത്ത് വന്ന ആരെയും ഒഴിവാക്കുന്നവനല്ല എന്നത് പ്രത്യേകമായിട്ട് ഓർക്കണം. പ്രധാന വീഥികളിൽ നിന്ന്, മുഖ്യധാരയിൽ നിന്ന് എപ്പോഴും ഈശോ മാറി നടക്കുകയും അരികുകളിലേക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്നത് ഈശോയുടെ ശൈലിയായിരുന്നു. ഒരവസരത്തിൽ പോലും ആരെയും അവിടുന്ന് ഒഴിവാക്കിയില്ല എന്നത് പ്രത്യേകമായിട്ട് നാം ഓർമ്മിക്കേണ്ട ഒരു കാര്യവുമാണ്. അരികുവൽക്കപ്പെട്ടവരുടെ അരികിലൂടെ കടന്നു പോവുക, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ പ്രത്യേകമായി പരിഗണിക്കുക, രോഗികളായിട്ട്, പാപികളായിട്ട്, അവഗണിക്കപ്പെട്ടവരായി മാറ്റി നിർത്തിയവരെയും തന്നോട് ചേർത്ത് നിർത്തുകയും രക്ഷയുടെ അനുഭവം പകർന്നു കൊടുക്കുകയും ചെയ്യുക. ഇപ്പൊ രക്ഷ ആഗ്രഹിച്ച് ആര് തന്നെ സമീപിച്ചാലും ആരെയും അവിടുന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവൻ വന്നത് ലോകത്തിന് മുഴുവൻ രക്ഷ നൽകാനാണ് എന്നത് സുവിശേഷത്തിന്റെ ഏറ്റവും ആശ്വാസകരമായ പ്രത്യാശ പകർന്നു നൽകുന്ന ഒരു സന്ദേശമാണ് എന്നത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. സുവിശേഷത്തില് നാം കണ്ടെത്തുന്ന ചില പ്രതീകങ്ങൾ നമ്മൾ ഓർക്കണം. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാര് വലയിട്ട അവസരത്തിൽ, ഈശോയുടെ നിർദ്ദേശപ്രകാരം വലയിട്ടപ്പോൾ 153 മത്സ്യങ്ങളെ കിട്ടി. ആ കാലഘട്ടത്തില് കടലിലുള്ളത് എന്ന് അറിയപ്പെടുന്ന 153 തരം മത്സ്യങ്ങൾ എന്ന് വെച്ചാൽ ലോകത്തെ മുഴുവൻ സർവ്വജനപദങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഗ്ലോബൽ നെറ്റാണ് ഈ രക്ഷകന്റേത് എന്നുള്ള ഒരു ഓർമ്മയാണ്, ഒരു ആഗോള വലയാണ് ഈശോയുടേത് എന്നുള്ള ഒരു പാഠം അത് പകർന്നു നൽകുന്നത് നമ്മൾ കാണാതെ പോകരുത്. പന്തക്കുസ്താ ദിനത്തില് നടപടി പുസ്തകത്തിൽ നമ്മോട് പറയുന്നത് ആകാശത്തിന്റെ കീഴെയുള്ള സകല ജനപദങ്ങളിൽ നിന്നുള്ള യഹൂദര് അന്ന് അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു എന്നാണ്. അവരെല്ലാവരും താന്താങ്ങളുടെ ഭാഷയില് ശിഷ്യന്മാര് പകർന്നു കൊടുത്ത രക്ഷയുടെ സന്ദേശം ഉൾക്കൊണ്ടു എന്നതും കൂടെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരു സന്ദേശമാണ് ഈശോയ്ക്ക് നൽകാനുള്ളത്. രക്ഷ എന്നുള്ളത് തന്നെ സമീപിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് പകർന്നു കൊടുക്കുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ പരാജയപ്പെട്ടവന്, ദുഃഖിതന്, ആരും ആശ്രയമില്ല എന്ന് കരുതുന്നവന് ഒക്കെ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ പേര് ഈശോ എന്നാണ്. അതാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാജയപ്പെട്ടവന്, ആരും തുണയില്ലാത്തവന്, അപ്പം അങ്ങനെയുള്ളവന്, വിജയിക്കുന്നവരുടെ ആശ്രയമായിട്ട് അല്ലെങ്കിൽ വിജയത്തെ ആണല്ലോ എപ്പോഴും ലോകം മുന്നിലേക്ക് വയ്ക്കുക. ഇതങ്ങനെയല്ല. ആരും ആശ്രയമില്ലാതെ എല്ലാവരും പരിത്യക്തരായി പരാജയത്തിന്റെ പടുകുഴിയിലായിരിക്കുന്നവനും ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം ഈശോയാണ് എന്നുള്ള ഒരു വലിയ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് ഈശോയുടെ പറയുന്നത് ആ രക്ഷ അനുഭവിക്കാൻ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കണം. എന്താണ് ഇടുങ്ങിയ വാതിൽ എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തില് സഭയുടെ നാളുകളില് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഈശോയുടെ ജനനം സംഭവിച്ച ജെറുസലേമില് ഒരു ദേവാലയമുണ്ട് എന്ന് വായിച്ചറിഞ്ഞ് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഞാൻ പോയി കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച്, അപ്പൊ ആ ദേവാലയം ഏറ്റവും ഇടുങ്ങിയ ഒരു വാതിലാണ് അതിനുള്ളത്. വീതി കുറഞ്ഞ ഒന്നാണ്.
അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സ്വയം ശൂന്യവൽക്കരിച്ചവൻ ജനിച്ചു വീണ ആ സ്ഥലത്ത് പണിതിരിക്കുന്ന ദേവാലയം, അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവൻ ഞെരുങ്ങണം, കുനിയണം. യഥാർത്ഥത്തില് അത് പ്രതീകാത്മകമാണ്. ഇപ്പം ഈശോയിലേക്ക് ഉള്ള നടന്ന അടുക്കല് അത് രക്ഷയുടെ മാർഗമാണ്. അത് സാധ്യമാകുന്ന രക്ഷാകരമായ സഹനത്തിന്റെ പാതയാണ് എന്നത് പ്രത്യേകമായിട്ട് നാം ഓർക്കേണ്ടതാണ്. ഓരോ ക്രൈസ്തവന്റെ മുൻപിൽ ഈ രണ്ട് പാതകളും, വിശാലമായ ഈ ലോകത്തിന്റെ എല്ലാവിധ ആകർഷകങ്ങളും അനുകൂലവുമായ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ വാതില് തുറക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഈശോയെ അനുഗമിക്കുന്നതിന്റെ ഇടുങ്ങിയ ഒതുക്കമുള്ള വാതിലും തുറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചരിത്രം നമുക്കറിയാം. അസീസിയുടെ മുൻപിൽ ഈ രണ്ട് വാതിലും ഉണ്ടായിരുന്നു. ഒന്ന് പ്രഭുസ്ഥാനത്തിന്റെ, പിതാവിന്റെ വളരെ അധികമായിട്ടുള്ള ആ ധനത്തിന്റെ ഒക്കെ വിശാലമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വിശാലമായ വാതില്. ഒപ്പം മറുവശത്ത് ഈശോയെ അനുഗമിക്കുന്നതിന്റെ ക്ലേശഭൂയിഷ്ടമായ ഇടുങ്ങിയ ഒതുക്കത്തിന്റെ ഒത്തിരിയേറെ പരിമിതികളുടെ ഒരു വാതില്. അതിൽ ആ രക്ഷയുടെ വാതിലാണ് ഫ്രാൻസിസ് അസീസി തിരഞ്ഞെടുത്തത് എന്ന് നമുക്കറിയാം. വിശുദ്ധ അൽഫോൻസാമയുടെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. അവളെ സംബന്ധിച്ച് ഇടുങ്ങിയ വാതില് എന്നത് സഹനത്തിന്റെ പാതയായിരുന്നു. കർത്താവിനെ അനുഗമിക്കാൻ വേണ്ടി കനലിൽ തന്റെ കാൽ പൊള്ളിച്ച ആ വിശുദ്ധ തന്റെ രക്ഷാകരമായ പാത അത് സഹനത്തിൻ്റെതാണ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവൾ പറഞ്ഞു, കഷായം തരുന്ന ദൈവം തന്നെ പഞ്ചസാരയും എനിക്ക് തരും. അത് അവളുടെ ഒരു ബോധ്യമാണ്. നമ്മൾ വിശുദ്ധ അന്തോനീസിന്റെ ചരിത്രം സഭയുടെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. വിശുദ്ധ അന്തോനീസ് പറയുന്നത്, സുദീർഘമായ യാത്ര ചെയ്യുന്ന അവസരത്തില് നമ്മള് വടിയൂന്നി നടക്കാൻ, കാരണം ആ യാത്ര സുഗമമാകാൻ വേണ്ടി എന്നതുപോലെ തന്നെ ക്രിസ്തു ശിഷ്യത്വത്തിന്റെ പാതയിൽ നടക്കുമ്പോൾ ഈശോയുടെ കുരിശിലേക്ക് ചാഞ്ഞു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോയുടെ കുരിശിലേക്ക് ചാഞ്ഞു നിൽക്കാൻ, ആ കുരിശില് അഭയം കണ്ടെത്താൻ, ആ കുരിശില് ആശ്രയം കണ്ടെത്താനായിട്ട് കഴിയുമ്പോൾ അതും രക്ഷാകരമായ ഇടുങ്ങിയ വാതിലായിട്ടാണ് വിശുദ്ധ അന്തോനീസ് നമ്മെ പഠിപ്പിക്കുക. ചാവറ പിതാവ് പറയുന്നത്, കുരിശ് എന്നത് സ്വർഗം തുറക്കാനുള്ള മാർഗമാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്രകാരം ജീവിതത്തിന്റെ ഇടുങ്ങിയ വഴികളിലൂടെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ, അവനെ അനുഗമിക്കുന്നവർ നിർബന്ധമായും ആ ഒരു ഇടുങ്ങിയ പാതയിലൂടെ ചരിച്ചേ മതിയാവൂ. അതിനുള്ള കൃപയാണ് നമ്മൾ യാചിക്കേണ്ടത്. യഥാർത്ഥത്തില് വിശ്വാസ പരിശീലന നാളുകളില് പരിശീലനത്തിലൂടെ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടതും ഈ ഒരു മനോഭാവമാണ്, ഈ ഒരു നിലപാട് സ്വീകരിക്കാനായിട്ടുള്ള സന്നദ്ധതയാണ് എന്നോർക്കണം. നമുക്കറിയാം, വെളിപാട് പുസ്തകത്തില് വാതിലായിരിക്കുന്നവൻ തന്നെ വന്ന് ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടിവിളിക്കുന്ന ഒരു അനുഭവവും നമുക്കറിയാം. ഉത്തമഗീതത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, ഈ രക്ഷാകരമായ അനുഭവമായിട്ട് കടന്നു വരുന്നവനെ സ്വീകരിക്കാതെ വരുമ്പോൾ, ആ വാതിൽ തുറക്കാതെ വരുമ്പോഴേക്കും കടന്നു പോകുന്ന രക്ഷകനെയും നമ്മൾ കണ്ടെത്തുന്നുണ്ട്. നാം ഇന്ന് വായിച്ചു കേട്ട ലേഖന ഭാഗത്താണെങ്കിൽ പൗലോസ്ലീഹ വാതിലിനെ മറ്റൊരു തരത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സുവിശേഷവൽക്കരണത്തിനുള്ള വിശാലമായ ഒരു വാതില് എനിക്ക് തുറന്നു കിട്ടിയിരിക്കുന്നു. ഞാൻ പറയും, അധ്യാപകരെ സംബന്ധിച്ച്, വിശ്വാസ പരിശീലകരെ സംബന്ധിച്ച് നിങ്ങളുടെയും ജീവിതത്തില് ഈ ഒരു വലിയ സാധ്യതയാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. രക്ഷാകരമായിട്ടുള്ള ഈ വാതിലിലേക്ക് സുവിശേഷവൽക്കരണത്തിന്റെ പാതയിലൂടെ കുഞ്ഞുങ്ങളെ കൈപിടിച്ചു നടത്താൻ, ക്രൈസ്തവമായ ഒരു ജീവിത ശൈലിയിലേക്ക് അവരെ രൂപാന്തരപ്പെടുത്താൻ, ആ ഒരു അവബോധം അവർക്ക് സ്വന്തമാവാൻ വേണ്ട യഥാർത്ഥ പരിശീലനം നൽകാൻ നമുക്ക് ഈ ആരംഭം കുറിക്കുന്ന ദിനം അതിനുവേണ്ട കൃപ യാചിക്കാം. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും, നമ്മുടെ ഈ ഇടവ കുടുംബത്തെയും നമുക്ക് തിരുമുൻപാകെ സമർപ്പിക്കാം. തങ്ങളുടെ യഥാർത്ഥ ക്രിസ്തുശിഷ്യത്വത്തില് യഥാർത്ഥമായിട്ടുള്ള രക്ഷ അനുഭവിക്കാനാവുന്ന ഇടുങ്ങിയ പാതയിലൂടെ, അത് സഹനത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്. പൗലോസ്ലീഹ സൂചിപ്പിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തോടെ നിർവഹിക്കാനായിട്ടുള്ള വലിയൊരു ആഹ്വാനമാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ള, അത് പരിത്യക്തതയുടേതാണ്. അവൻ വളരാൻ വേണ്ടി ഞാൻ കുറയാൻ തയ്യാറാവണം എന്ന സ്നാപകന്റെ മനോഭാവവും അത് ഇടുങ്ങിയ വാതിലിന്റെ മറ്റൊരു അർത്ഥവും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്രകാരമുള്ള ശിഷ്യത്വത്തില് ഈശോയെ അടുത്ത് അനുഗമിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ ജീവിത മാതൃകയിലൂടെയും നാം കൊടുക്കുന്ന പരിശീലനത്തിലൂടെയും നമ്മുടെ അടുത്ത തലമുറയെയും അതിനെ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നല്ലവനായ ഈശോ നാം ഏവരെയും
സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പന്തക്കുസ്ത തിരുനാളിൽ ശ്ലീഹന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വരദാനങ്ങളാൽ സ്ലീഹന്മാരെ സമ്പന്നരാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെയും കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ യൗസേപ്പ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ മേൽദീക്ഷനും പിതാവുമായ മാർ യൗസേപ്പ് മെത്രാനെയും മാർ യാക്കോബ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വിശുദ്ധ കൂദാശകളിലൂടെ ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, കൗദാശ ജീവിതത്തിലൂടെ ഞങ്ങൾ വിശുദ്ധിയെ വളരുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും ശ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പ്രേക്ഷിതരെ പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യം കൊണ്ട് സ്നേഹന്മാരെ നിറച്ച കർത്താവായ ദൈവമേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും അവിടുത്തെ അനുയായികൾക്ക് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ ധോജിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ
തിരുമേനിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോട് ചേദൈവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൂസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. സുന്ദരുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തിരഹിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാ കർത്താവിനെ നീക്കുന്നു. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗണങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോക്കും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മൂന്നാം നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുൻപുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു.
പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലേവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങളേക്ക് പറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ പത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈവന് നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശുദ്ധിയോടുകൂടെ കർത്താവിനെ അനുഗ്രഹിക്കുകയും അവിടുത്തെ രക്ഷിക്കുകയും ചെയ്യാം. നിങ്ങളാകലോട് നിന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്നവരെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാസീനപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ
സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർക്കും ദൈവമേ നിത്യം ആരാധന. രാജാവേ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം, ന്യായവുമാണത് യുക്തവുമാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോസാന. ദാവീദിൻ സുതനോസാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോസാന ഓസാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും
ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ബലഹീനമായ ഞങ്ങളുടെ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാതലവനും പിതാവുമായ കർദിനാൾ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാന് വേണ്ടിയും മാർ ജേക്കബ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരൽമായ സഹോദരർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും തിരുസന്നിധിയിൽ പ്രീതിജനകമാം വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് എല്ലാ കോവിഡ് രോഗബാധിതർക്കു വേണ്ടിയും അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടിയും എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും വിജയത്തിനു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ
എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ഇടവക കുടുംബത്തിനു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോടും വർത്തിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞങ്ങളേവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാറിയൗസേപ്പിന്റെയും തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളേവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി തീർന്ന ഏവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് തിരുനാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ.
യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗത്തിൽ വസിക്കുന്നവരെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്കും എന്നതുപോലെ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവായ ദൈവമേ, പാപമാനങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹത്തിൽ ദിവ്യമാക്കണമേ. വഴിതെറ്റിപ്പോൾ ഞങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാ. എനിക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ തിരുവെടുത്തുകളിൽ നിൽക്കുന്ന ഈ സുഹൃത്തുക്കളെയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തെയും സുഗന്ധഭരിതമാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലറുടെ സദൃശവും അവിടുത്തെ സിംഹാസനവുമായ ഈ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധഭരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച സ്വർഗത്തിൽ ജീവൻ നൽകിടുമട്ടും ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളൂ. എന്നിൽ നിത്യം ജീവിക്കും നേടുന്നവൻ സ്വർഗം നിശ്ചയമാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിനെ നമുക്കെല്ലാവർക്കും ഭക്തജനങ്ങളോടെ സ്നേഹിക്കാം. ശരണത്തോടെ പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തോട് ഹൃദയം പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ
പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുകയും ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവീശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. വിശുദ്ധർ പ്രകാശത്തിന്റെ സ്ഥലത്ത് തങ്ങളുടെ കണ്ണുകൾ ഉറപ്പിച്ചു. അവർ മിശിഹായുടെ സ്നേഹത്തോടെ കത്തിത്തിരിക്കുകയും എല്ലാ ക്ലേശങ്ങളും പീഡനങ്ങളും സഹിക്കുകയും ചെയ്തു. സുവിശേഷ പ്രകാരം ഒരുക്കിയിരിക്കുന്ന അവാച്യമായ സൗഭാഗ്യത്തിൽ അവരോടൊപ്പം നമുക്ക് പങ്കുചേരാം. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന.
ഓ എന്റെ ഈശോയെ, ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും തിരുസന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും. ആമേൻ. മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരി, സ്നേഹം തുളുമ്പിടുന്ന നാഥ, കനിഞ്ഞു നോക്കിയ ജീവൻ ചൊരിഞ്ഞിടണമേ. മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരി, സ്നേഹം തുളുമ്പിടുന്ന നാഥ, കരിഞ്ഞു നോക്കിയ ജീവൻ ചൊരിഞ്ഞിടണമേ. ദേവാലയത്തിൽ ദിവ്യകർമ്മങ്ങൾ കണ്ട കണ്ണുകൾ, ദേവാലയത്തിൽ ദിവ്യകർമ്മങ്ങൾ കണ്ട കണ്ണുകൾ, ലോകാവസാന നാളിൽ ആകാശമായി നിന്റെ ആരംഭ്യ കാന്തി കാണണം. ലോകാവസാന നാളിൽ ആകാശമായി നിന്റെ ആരംഭ്യ കാന്തി കാണണം. മോദം കലർന്നു നിന്നെ ഉൾക്കൊണ്ട നിന്റെ ദാസരി, സ്നേഹം തുളുമ്പിടുന്ന നാഥ, കനിഞ്ഞു നോക്കിയ ജീവൻ ചൊരിഞ്ഞിടണമേ. അവർണ്ണയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മിശിഹായുടെ കുരിശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം കൃതജ്ഞത അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ മിശിഹായെ, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട്
സ്വർഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യമഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് നിനക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. സകലത്തിന്റെ നാഥ എന്നേക്കും. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുതനായി നൽകി റൂഹാദാനങ്ങൾ. ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും വിഘ്നേശൻ. പാടാം ദൈവസ്തുതികൾ നാം, വാഴ്ത്താമെന്നും തിരുമുൻപിൽ. പരിപാവനമീ യാഗത്തിൽ പങ്കാളികളായി തീർന്നവരാം നമ്മെ നിതാന്തൻ സകലേശൻ പ്രേക്ഷിതരായി നയിക്കട്ടെ. രക്ഷകകൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാദൻ സഹവാസവുമുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കർത്തൃമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഈ ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ സർവശക്തനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പൂർണ്ണമായും അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ നാടിനെ ബാധിച്ചിരിക്കുന്ന കൊറോണ വൈറസ് ബാധയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരരെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും ശാസ്ത്രജ്ഞന്മാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച് സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനിവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്വവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേപ്പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരരെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയുടെ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മനോഹരമായ ഒരു കർമ്മമാണ് തുടർന്ന് നടത്തുക. വിശ്വാസ പരിശീലന വർഷത്തിൻ്റെ പ്രവർത്തന വർഷ ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് തുടർന്നുള്ള മീറ്റിങ്ങിൽ നടക്കും. പക്ഷേ ഇവിടെ വെച്ച് ശരിക്കും പറഞ്ഞാൽ അത് ആധികാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് നമുക്കറിയാം, കാൽവരിയിലെ കുരിശിൽ നിന്ന് തോമാസ് ശ്ലീഹ സ്വീകരിച്ച ആ വിശ്വാസത്തിൻ്റെ ദീപം, അത് കാതങ്ങളകലെയുള്ള ഇത്രയേറെ ദൂരെയുള്ള ഈ രാജ്യത്ത് അവിടുന്ന് ശോഭ കെടാതെ കൊണ്ടുവരികയും അത് നമ്മുടെ പൂർവികർ കൈമാറുകയും ചെയ്തു. ആ വിശ്വാസ ദീപം തന്നെ പരമ്പരാഗതമായി കൈമാറി കിട്ടിയത് ഇന്ന് വിശ്വാസ പരിശീലകർ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നത് ആണല്ലോ യഥാർത്ഥ വിശ്വാസ പരിശീലനം. അതിന് പ്രതീകാത്മകമായിട്ട് തോമാസ് ശ്ലീഹായുടെ രൂപത്തിൻ്റെ മുൻപിൽ കത്തിച്ചിരിക്കുന്ന മെഴുകുതിരിയിൽ നിന്ന് ഒരു ദീപം കത്തിച്ച് എല്ലാ അധ്യാപകർക്കും കൊടുക്കുന്നു. മുൻപായിട്ട് ചെറിയ പ്രാർത്ഥനയ്ക്ക് ശേഷം അധ്യാപകരെല്ലാം അതുപോലെ ബാക്കി എല്ലാവരും മൗനമായി കൂടെ ചേരുക. തിരുസഭയിലേക്ക് ഞങ്ങളെ വിളിക്കുകയും തൻ്റെ ഏകജാതന്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളാക്കി തീർക്കുകയും കർത്താവിൻ്റെ വീട്ടുനടത്തലിൽ പ്രത്യേകം ഉത്തരവാദിത്തമുള്ള അംഗങ്ങളായി തിരഞ്ഞെടുക്കുകയും ചെയ്ത സർവവല്ലഭനായ ദൈവമേ, നിന്റെ നാമം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. എല്ലാവിധ വിദ്വേഷങ്ങളിലും സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കണമേ. നിന്റെ തിരുക്കുമാരനായ ഈശോ മിശിഹായിൽ മാത്രം ദൃഷ്ടികൾ ഉറപ്പിച്ചുകൊണ്ടും സേവിക്കുവാനല്ലാതെ സേവിക്കപ്പെടുവാൻ ആഗ്രഹിക്കാതിരുന്ന നിന്റെ മാതൃക അനുകരിച്ചുകൊണ്ടും ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം വിശ്വസ്തയോടും പരസ്പര ധാരണയോടും വിട്ടുവീഴ്ച മനോഭാവത്തോടും ഉദ്ദേശശുദ്ധിയോടും ഏകാഗ്രതയോടും കൂടെ പ്രാർത്ഥനാപൂർവം നിർവഹിക്കുന്നതിനായി നിഷ്പക്ഷവും നിസ്വാർത്ഥവും പ്രഫുല്ലവുമായ ചർച്ചകളാലും തീരുമാനങ്ങളാലും ഞങ്ങളുടെ ഈ ദൗത്യത്തിൻ്റെ മാഹാത്മ്യം പ്രഘോഷണം ചെയ്യുന്നതിനും അങ്ങനെ ഇപ്പോൾ ഞങ്ങളിലൂടെ നടക്കുന്ന ഈ സഭാപ്രവർത്തനം ലോകത്തിലുള്ള നിന്റെ വ്യക്തമായ പ്രവർത്തനത്തിൻ്റെ യഥാർത്ഥ അടയാളമായി പ്രശോഭിക്കുന്നതിനും ഇടയാകട്ടെ. ബാബായും പുത്രനും കൃപാതുകുശായുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദൈവദാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദൈവദാനങ്ങൾ ചിന്തിയുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതി തുറന്നു ഭൂമി നിർഗണിക്കും പ്രകാശമേ. സ്വർഗവാതി തുറന്നു ഭൂമി
നിർഗളിക്കും പ്രകാശമേ അന്ധകാരവിരിപ്പുമാറ്റിടും ചന്തമേറുന്ന ദീപമേ കേഴുവാത്മാവിൽ ആശ്രയിക്കുന്ന മോഹനാദിവ്യദാനമേ പരിശുദ്ധാത്മാവിൽ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സകലത്തെയും ആശീർവദിക്കുന്നവന്റെ ആശീർവാദവും എല്ലാറ്റിനെയും സമാധാനത്തിൽ സംരക്ഷിക്കുന്നവന്റെ സമാധാനവും എല്ലാവരുടെയും മേൽ കരുണ വർഷിക്കുന്നവന്റെ സംരക്ഷണവും നമ്മിലും നമ്മോടുകൂടെയും നമ്മുടെ ചുറ്റും വ്യാപരിച്ച് എല്ലാ തിന്മകളിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും അവൻ്റെ എല്ലാ ശക്തികളൊക്കെയിൽ നിന്നും നമ്മെ കാത്തു സംരക്ഷിച്ച് വിശുദ്ധിയുടെ വഴിയിൽ അവിടുന്ന് നമ്മെ നടത്തട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശംസിക്കട്ടെ. പോയില്ല